ഓം നമോ ഭഗവതേ രുദ്രായ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ശ്രീരുദ്രം 11-ാമത്തെ അനുഭാഗത്തിൽ 10-ാമത്തെ മന്ത്രം വരെയുള്ള വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത്. ഇന്ന് ബാക്കി 11-ാം അനുഭാഗം 11-ാമത്തെ മന്ത്രം. അതിൽ 3 മന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ ഒന്നിച്ചാണ് എടുക്കുന്നത്. ശ്രീരുദ്രം നമകത്തിലെ അവസാനത്തെ മന്ത്രവുമാണിത്. 11-ാം അനുഭാഗത്തിലെ 11-ാമത്തെ മന്ത്രം. മന്ത്രം ചൊല്ലാം. നമോ രുദ്രേഭ്യോ യേ പൃഥിവ്യാം യേ അന്തരീക്ഷേ യേ ദിവി യേഷാമന്നം വാദോ വർഷംഷവസ്തേഭ്യോ ദശ പ്രാചീ ദശ ദക്ഷിണാ ദശ പതിചീ ദശോദീചീ ദശ ഊർധ്വാസ്ഥേഭ്യഃ നമസ്തേ നോ മൃഡയന്തു തേയം ജിഷ്മോ യച്ഛനോദ്ധ്യേഷ്ഠിതം വോ ജംഭേ ദദാമി. ഒന്നുകൂടെ ചൊല്ലാം. നമോ രുദ്രേഭ്യോ യേ പൃഥിവ്യാം യേ അന്തരീക്ഷേ യേ ദിവി യേഷാമന്നം വാദോ വർഷമിഷഭസ്തേഭ്യോ ദശ പ്രാചീ ദശ ദക്ഷിണാ ദശ പ്രതിചീ ദശോദീചീ ദശോർധ്വാസ്ഥേഭ്യോ നമസ്തേ നോ മൃഡയന്തു തേയം ദിഷ്മോ യച്ഛനോദ്ധ്യേഷ്ഠിതം വോ ജംഭേ ദദാമി. നമോ രുദ്രേഭ്യോ നമോ രുദ്രേഭ്യഃ രുദ്രേഭ്യഃ നമഃ. രുദ്രന്മാർക്കായിക്കൊണ്ട് നമസ്കാരം. നമ്മൾ ഇതിനു മുമ്പത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൂമിയിലും ഭൂമൗ അന്തരീക്ഷ അതുപോലെ സ്വർഗേ അതുപോലെ തന്നെ ഭൂമേരധഃ പാതാളലോകെ അഭി രുദ്രാഹ വർത്തന്തെ. കിമർത്ഥം എന്തിനെ കൊണ്ട്, കിമർത്ഥം ദുഷ്ടാനാം പാപിഷ്ഠാനാം സംഹാരാർത്ഥം ഹിംസാർത്ഥം പാപികളെ ശിക്ഷിക്കുന്നതിനായിക്കൊണ്ട് അഥവാ ധർമ്മിഷ്ഠാൻ രക്ഷയതു ധർമ്മിഷ്ഠാനാം രക്ഷണാർത്ഥം ധർമ്മിഷ്ഠന്മാരുടെ രക്ഷക്കായിക്കൊണ്ടും രുദ്രന്മാർ ശ്രീ പരമേശ്വരൻ അനേകാഹ രുദ്രാഹ ഭൂത്വ അനേകം രുദ്രന്മാരായിക്കൊണ്ട് സകല സ്ഥലത്തും സഹസ്രാണി സഹസ്രശഃ ആയിരക്കണക്കിന് രുദ്രന്മാരെക്കൊണ്ട് സകല സ്ഥലത്തും പ്രപഞ്ചേ സകല പ്രദേശത്തിലും ആയുധങ്ങളേന്തി ധനുർബാണാദീൻ ഹസ്തേഷു ഭഗന്തഃ തേ ചരന്തി. അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇനി ഇവിടെ നോക്കാം. നമോ രുദ്രേഭ്യോ നമഃ രുദ്രേഭ്യഃ രുദ്രനായിക്കൊണ്ട് നമസ്കാരം. ഇനി യേ പൃഥിവ്യാം പൃഥിവി ഭൂമി പൃഥിവ്യാം ഭൂമോ ഭൂമിയിൽ യേ രുദ്രാഹ ഏത് രുദ്രന്മാരാണോ പൃഥിവ്യാം സഞ്ചരന്തി എന്നാണ് ഭൂമിയിലുള്ളത്. അതുപോലെ തന്നെ യേ അന്തരീക്ഷേ യേ രുദ്രാഹ അന്തരീക്ഷേ സ്ഥിതാഹ ഏത് രുദ്രന്മാരാണോ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് പർപ്പസിന് വേണ്ടിയിട്ട് ഹിംസാർത്ഥം ആരുടെ അധർമ്മിഷ്ഠാനാം ഹിംസാർത്ഥം വധാർത്ഥം രുദ്രന്മാർ ഇന്ന് പൃഥിവിയിലും ഭൂമിയിലും യേ അന്തരീക്ഷേ യേ രുദ്രഹ ഏത് രുദ്രന്മാരാണോ അന്തരീക്ഷത്തിലും അതുപോലെ തന്നെ യേ ദിവി സ്വർഗത്തിലും യേ ദിവി യേഷാം അവരുടെ ഈ രുദ്രന്മാർക്കെല്ലാം എങ്ങനെയാണ് ഇപ്പോൾ ആയുധങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. ധനു ബാണാദി ഹസ്തേഷു വഹന്തഃ സഞ്ചരന്തി എന്ന് പറഞ്ഞു. ധനുസും
അതുപോലെ ബാണങ്ങൾ, ചണ്ട കോതണ്ട ഹസ്ത, പ്രചണ്ഡമായിട്ടുള്ള വില്ല്, അതുപോലെ തന്നെ അമ്പുകളും തീക്ഷ്ണമായിട്ടുള്ള സംഹാരശക്തിയുള്ള, പ്രപഞ്ചത്തെ മുഴുവൻ സംഹരിക്കാൻ ശക്തിയുള്ള ധനുർബാണാദീൻ, ധനുസും ബാണങ്ങൾ തുടങ്ങിയ വകയിലേന്തി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെ പൃഥിവ്യാം ഏ അന്തരീക്ഷേ ഏ ദിവി, ഏവരാണോ, ഏത് രുദ്രന്മാരാണോ, ഏ രുദ്രാഹ സ്വർഗേ, ദിവി സ്വർഗേ, ദിവഹ എന്ന് പറഞ്ഞ സ്വർഗം, ദിവി സ്വർഗത്തിലും, യേഷാം അന്നം വാദോ വർഷമിഷവസ്തേഭ്യഃ, യേഷാം അന്നം വാദോ വർഷമിഷവസ്തേഭ്യോ, യേഷാം അന്നം വാദോ ഇഷവഃ തേഭ്യഃ. നോക്കുക, യേഷാം അന്നം, യേഷാം ഇവരുടെയോ, തേഷാം അവരുടെ, ആയുധം ഏത് രൂപത്തിലാണ്? ഈ ബാണം എന്ന് പറയുന്നത്, ഈ രുദ്രന്മാരുടെ കൈവശമുള്ള ബാണങ്ങൾ എന്ന് പറയുന്നത്, ബാണങ്ങൾ ഇഷവഹ, ഇഷുഹു ബാണം, ഇഷവഹ ബാണങ്ങൾ ഏത് രൂപത്തിലാണ് ഈ ദുഷ്ടന്മാരുടെ മേൽ വന്ന് പതിക്കുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. യേഷാം തേഷാം അവരുടെ, അന്നം വാദോ വാദഹ, അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്, അന്നമായിട്ടും, അല്ല വാദോ വാദഹ, വാദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാദം തന്നെ, കാറ്റ്, പ്രചണ്ഡവാദ, പ്രചണ്ഡമായിട്ടുള്ള ശക്തമായിട്ടുള്ള വാദം, കാറ്റ്, കൊടുങ്കാറ്റ്. പിന്നെ വർഷം ഇഷവഹ, വർഷമിഷവസ്തേഭ്യോ, വർഷമിഷവസ്തേഭ്യഃ, വർഷം ഇഷവഹ തേഭ്യഃ. പിന്നെ വർഷം അന്നവും, അതുപോലെ വാദവും കാറ്റും, അതുപോലെ തന്നെ വർഷം മഴയും. ഇതാണ് ഏത് ഇവിടെ ശിക്ഷിക്കാനായിട്ട്, ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ബാണങ്ങൾ ഏത് രൂപത്തിലാണ് വന്ന് പതിക്കുന്നതെന്ന്. ഭക്ഷണ രൂപത്തിലല്ല, അന്നരൂപേണ. എങ്ങനെയാണ് അന്നരൂപത്തിൽ, ഭക്ഷണ രൂപത്തിൽ വന്ന് പതിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപത്യ അന്നാനാം ഭക്ഷണ, അപത്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളുടെ ഉപയോഗം കൊണ്ട് എന്ത് സംഭവിക്കുന്നു? രോഗാൻ ഉത്പാദയന്തി, രോഗങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു. അപ്പോൾ അപത്യഭക്ഷണേന, അപത്യകരമായിട്ടുള്ള അസമീചീന ഭക്ഷണേന, സമീചീനമല്ലാത്ത, സമ്യക്കല്ലാത്ത, അഥവാ ആരോഗ്യത്തിന് നല്ലതല്ലാത്തതായിട്ടുള്ള ഭക്ഷണം, അത് ഇൻഫെക്റ്റഡായിട്ട് രോഗം, അതായത് ഇൻഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീടങ്ങൾ ബാധിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അപ്പോൾ ഇത്തരത്തിലുള്ള അപത്യ അന്നഭക്ഷണം കാരയിത്വ, അപത്യഭക്ഷണം ചെയ്യിപ്പിച്ചുകൊണ്ട്, അപത്യഭക്ഷണം നമ്മളാൽ ഉപയോഗിപ്പിച്ചുകൊണ്ട് അസുഖങ്ങളെ തരുന്നു. അപ്പോൾ ഇവിടെ അന്നരൂപേണ ഇഷുഹു. അപ്പോൾ ഭൂമിയിലുള്ള പൃഥിവ്യാം സ്ഥിതാഹ രുദ്രാഹ അന്നമേവ ഇഷവഹ അന്നരൂപേണ, ഈ ബാണങ്ങളെ അന്നരൂപത്തിൽ അപത്യഭക്ഷണരൂപേണ, അപത്യഭക്ഷണം ഖാദയിത്വ, തീറ്റിച്ചിട്ട്, അതായത് ഭക്ഷണം നമ്മളെ അപത്യഭക്ഷണം കഴിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു എന്നർത്ഥം. ഖാരയിത്വ, ചെയ്യിപ്പിച്ചുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? തേന, അതുകൊണ്ട് ഈ അപത്യഭക്ഷണത്താൽ, അപത്യഭക്ഷണ രൂപേണ
അതായത് ഭൂമിയിൽ അപത്യഭക്ഷണ രൂപത്തിലാണ് ഈ ബാണങ്ങൾ, ഇഷവഹ ബാണങ്ങൾ നിപതിക്കുന്നത്. ആരുടെ? ദുഷ്ടാനാമുപരി, ദുഷ്ടന്മാരുടെ മേലെ അപത്യഭക്ഷണം രൂപേണയാണ് ഈ ബാണങ്ങൾ, രുദ്രന്മാരുടെ ബാണങ്ങൾ പതിക്കുന്നതെന്നർത്ഥം. അല്ലാതെ നേരെ അമ്പായിട്ടല്ല വരുന്നത്. ഈ അമ്പ് ഭക്ഷണ രൂപത്തിൽ, അപത്യ ഭക്ഷണ രൂപത്തിൽ, രോഗ ഉൽപ്പാദന ശേഷിയുള്ള ഭക്ഷണ രൂപത്തിൽ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഭക്ഷണ രൂപത്തിൽ, തിന്നാൻ കൊള്ളാത്ത ഭക്ഷണ രൂപത്തിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രോഗാൻ ഉൽപ്പാദ്യ, രോഗങ്ങളെ ഉണ്ടാക്കി, ദണ്ഡയന്തി, ദുഷ്ടാൻ ദണ്ഡയന്തി, ദുഷ്ടന്മാരെ ദണ്ഡിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അന്നഭക്ഷണേന, അപത്യാന്നഭക്ഷണേന അഥവാ അപത്യാന്നഭക്ഷണം കാരയിത്വ അല്ലെങ്കിൽ ഖാദയിത്വ ചെയ്യിച്ചുകൊണ്ട്, ഖാദയിത്വം തീറ്റിച്ചുകൊണ്ട് നമ്മളെ തിന്നാൻ പ്രേരിപ്പിക്കും, നമ്മൾ തിന്നുകയും ചെയ്യും. ഇതാണ് ആ രൂപത്തിലും ദുഷ്ടന്മാരെ ബാധിക്കുന്നു. ഇത് എങ്ങനെ? രോഗാൻ ഉൽപ്പാദ്യ കാഞ്ചിത് ബാധന്തെ, ചിലരെ ബാധിക്കുന്നു. പിന്നെയോ ചിലർക്ക് എന്തു ചെയ്യും? മറ്റുള്ളവർക്ക് അന്നവിഘാതേന, അന്നത്തെ തടഞ്ഞുകൊണ്ട് ചിലർക്ക് അന്നം കിട്ടാത്ത അവസ്ഥയുണ്ടാവും. അഥവാ അന്നത്തെ ലഭ്യമല്ലാതാക്കിക്കൊണ്ടും, അഥവാ ക്ഷുതമുത്പാദ്യ, വിശപ്പുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്നം നാസ്തി, അന്നമില്ലെങ്കിൽ പട്ടിണി, ദുർഭിക്ഷം. അപ്പോൾ ബുഭുക്ഷയാ, അഥവാ ക്ഷുതമുത്പാദ്യ, ക്ഷുതം വിശപ്പിനെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞില്ലെങ്കിൽ, ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സാധാരണ മനുഷ്യന് ഭക്ഷണം നിർബന്ധമാണ്. കക്കാനായിട്ട് പ്രേരിപ്പിക്കും. ചൗര്യം കാരയിത്വ, ഭക്ഷണാർത്ഥം, ലഭതാർത്ഥം, ഭക്ഷണം ലഭിക്കുന്നതിനായിട്ട് ചൗര്യം കാരയിത്വ, അത് കക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അപ്പോഴും പീഡനം തന്നെയാണ്. അപ്പോൾ അപത്യ അന്ന വഴിയും അപത്യ അന്നരൂപേണ ഇഷവക ബാധന്തേ, ഈ ഇഷുക്കൾ അഥവാ ബാണങ്ങൾ ബാധിക്കുന്ന രുദ്രന്മാരുടെ. അതുപോലെ പട്ടിണി, അന്നം കിട്ടാതെ കണ്ടിട്ടും, അന്നം കിട്ടില്ല സാധാരണഗതിക്ക് ചൗര്യം കർത്തും പ്രേരയതി, അപ്പോൾ കളവ് നടത്തുന്നതിനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടും അപ്പോഴും ദണ്ഡനം തീർച്ച തന്നെയാണ്. ഇപ്രകാരം പീഡിപ്പിക്കുന്നു. പീഡയന്തി രുദ്രാഹ പീഡയന്തി. അപ്പോൾ അന്നരൂപേണ ഇഷവക വർത്തന്തേ, ഭൂമൗ പൃഥിവ്യാം, ഭൂമിയിൽ അന്നരൂപേണ ഇഷവക വർത്തന്തേ, ഈ ബാണങ്ങൾ നിലകൊള്ളുന്നു അന്നരൂപത്തിൽ. അത് ഈ അന്നം ഭക്ഷിക്കുക വഴി പല രോഗങ്ങളുണ്ടാകുന്നു. അന്നം ഇല്ലാതാക്കിയിട്ട് കക്കാനും മറ്റും പ്രേരിപ്പിക്കുന്നു. പട്ടിണി കിടത്തി നമ്മളെ പീഡിപ്പിക്കുന്നു. ആരെ? ദുഷ്ടാൻ പീഡയന്തി, ദുഷ്ടന്മാരെ പീഡിപ്പിക്കുന്നു. പിന്നെ പൃഥിവ്യാം യേ അന്തരീക്ഷ, പിന്നെ യേ രുദ്രാഹ അന്തരീക്ഷ സ്ഥിതാഹ രുദ്രാഹ, അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന രുദ്രന്മാർ എന്ത് ചെയ്യുന്നു? അവർ ഏത് രൂപത്തിൽ? വാദരൂപേണ, ചണ്ഡമാരുതേന, കൊടുങ്കാറ്റ് രൂപത്തിൽ ഈ ഇഷുക്കൾ വർത്തിക്കുന്നു എന്നുള്ളതാണ്. ബാണങ്ങൾ ഭൂമിയിൽ അന്നരൂപത്തിലും അപത്യ അന്നരൂപത്തിലും, അല്ലെങ്കിൽ അന്നം തരാതെ കണ്ടിട്ട് പീഡിപ്പിക്കുന്നു. പട്ടിണിക്കിട്ട് അല്ലെങ്കിൽ അപത്യമായിട്ടുള്ള അന്നത്തെ ഭക്ഷിപ്പിച്ചുകൊണ്ട് അസുഖങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് ദുഷ്ടാൻ അധർമ്മിഷ്ടാൻ പീഡയന്തി, രുദ്രാഹ പീഡയന്തി. അപ്പോൾ ഭൂമിയിൽ അന്നരൂപത്തിലും അപത്യ അന്നരൂപത്തിലും. പിന്നെയുള്ളത് അന്തരീക്ഷത്തിൽ എന്താണ്? വാതരൂപേണ, പ്രചണ്ഡ മാരുതേന, കൊടുങ്കാറ്റ് രൂപത്തിലും പീഡയന്തി രുദ്രാഹ പീഡയന്തി. അന്തരീക്ഷേ സ്ഥിതാഹ രുദ്രാഹ.
ദുഷ്ടാൻ പീഡയന്തി അധർമ്മിഷ്ടാൻ പീഡയന്തി ഏത് രൂപത്തിൽ? വാദരൂപേണ പ്രചണ്ഡ മാരുതേന വാദേന വാദരൂപേണ ഇഷവക വർത്തന്തേ. അന്തരീക്ഷത്തിൽ ഈ കൊടുങ്കാറ്റ് രൂപത്തിലും, അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ അല്ലെങ്കിൽ സകല ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ കരുത്തുള്ള കൊടുങ്കാറ്റ് രൂപത്തിലും ഇഷവക വർത്തന്തേ ഇവിടെ ബാണങ്ങൾ നിലകൊള്ളുന്നു. പിന്നെയോ അന്തരീക്ഷേ ഏ ദിവി, പിന്നെ ദിവി സ്വർഗത്തിൽ വൃഷ്ടി സ്വർഗത്തിൽ നിന്നുണ്ടാകുന്ന ഒരു അവിടെ സ്വർഗേ ദിവി സ്വർഗത്തിൽ ഈ ഇഷഭക ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്? വൃഷ്ടി രൂപേണ. എങ്ങനെ? വൃഷ്ടി രൂപേണ. അതിവൃഷ്ടി അനാവൃഷ്ടി, ഒന്നുകിൽ പ്രളയം, അതിവൃഷ്ടി അങ്ങനത്തെ പ്രളയത്തെ സൃഷ്ടിക്കുന്നുണ്ട്. കടുത്ത മഴ, ഭീകരമായിട്ടുള്ള മഴയെ പെയ്യിച്ചുകൊണ്ടും വൃഷ്ടി, അതിവൃഷ്ടി, ഇല്ലെങ്കിൽ അനാവൃഷ്ടി, വൃഷ്ടി ഇല്ലാതെയും. അതിവൃഷ്ടി കൊണ്ട് പ്രളയം ബാധിക്കും, സകലതും നശിച്ചു പോകും. പിന്നെ അനാവൃഷ്ടി കൊണ്ട് ദുർഭിക്ഷം വരുന്നു, ഭക്ഷണ സാധനങ്ങളുടെ വരൾച്ച. അനാവൃഷ്ടി എന്ന് പറഞ്ഞെങ്കിൽ വരൾച്ച. ആ വരൾച്ച കൊണ്ട് ഇവിടെ എന്തുണ്ടാകുന്നു? പട്ടിണി ഉണ്ടാകുന്നു. ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമല്ല, ഭക്ഷണ സാധനങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇവിടെ ദിവി സ്വർഗത്തിലിരിക്കുന്ന സ്വർഗസ്ഥാഹ സ്വർഗേ സ്ഥിതാഹ രുദ്രാഹ വൃഷ്ടിരൂപേണ. എങ്ങനെയാണ്? എങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട്? അതിവൃഷ്ടി അല്ലെങ്കിൽ അനാവൃഷ്ടി, അതിവൃഷ്ടി അനാവൃഷ്ടി വാ, അതിവൃഷ്ടിയോ അനാവൃഷ്ടിയോ സൃഷ്ടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അധർമ്മിഷ്ഠാൻ പീഡയന്തി. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമോ രുദ്രേഭ്യഃ, രുദ്രന്മാർക്കായിക്കൊണ്ട് നമസ്കാരം. പൃഥിവ്യാം രുദ്രാഹ പൃഥിവ്യാം സ്ഥിതാഹ, ഏത് രുദ്രന്മാരാണോ പൃഥിവിയിൽ ഭൂമിയിൽ നിലകൊള്ളുന്നത്, അതുപോലെ അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്നത്, ആകാശത്തിൽ നിലകൊള്ളുന്നത്, അതുപോലെ തന്നെ സ്വർഗേ ദിവി സ്വർഗേ സ്ഥിതാഹ രുദ്രാഹ. എങ്ങനെയാണ് അധർമ്മിഷ്ഠാനെ പീഡിപ്പിക്കുന്നത്? അത് ദണ്ഡയന്തി. ഭൂമിയിലുള്ളത് അന്നരൂപേണ അപത്യ അന്നം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ പട്ടിണി കിട്ടുകൊണ്ട്, അങ്ങനെ രോഗം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്, രോഗാൻ ഉൽപ്പാദ്യ. പിന്നെ എന്താണ് അന്തരീക്ഷത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ? പ്രചണ്ഡ വാദേന, പ്രചണ്ഡമായിട്ടുള്ള വാദത്തെ സൃഷ്ടിച്ചുകൊണ്ട്, കാറ്റിനെ സൃഷ്ടിച്ചുകൊണ്ട്, പ്രചണ്ഡ മാരുതേന, പ്രചണ്ഡമായിട്ടുള്ള അഥവാ കൊടുങ്കാറ്റ് പോലുള്ള രൂപത്തിൽ, കൊടുങ്കാറ്റിൻ്റെ രൂപത്തിൽ ഈ ബാണങ്ങൾ വർത്തിക്കുന്നു. അതുപോലെ തന്നെ ദിവി സ്വർഗത്തിൽ വൃഷ്ടി, അതിവൃഷ്ടി അനാവൃഷ്ടിയാ പീഡയന്തി. അതിവൃഷ്ടി കൊണ്ടും അനാവൃഷ്ടി കൊണ്ടും. അതിവൃഷ്ടി എന്ന് പറഞ്ഞാൽ കടുത്ത മഴ, ഭീകരമായിട്ടുള്ള മഴ കൊണ്ടും, അപ്പോൾ പ്രളയം സൃഷ്ടിക്കപ്പെടും, സകലത് നശിക്കും. അല്ലെങ്കിൽ അനാവൃഷ്ടി, ഒരു തുള്ളി പോലും മഴ ലഭിക്കാത്ത അവസ്ഥ. ആ രൂപത്തിൽ മഴരൂപേണയും ഇഷവക സ്ഥിതാഹ വർത്തന്തേ, ഇഷവക വർത്തന്തേ. എന്നിട്ടോ അപ്പോൾ അത്തരത്തിലുള്ള രുദ്രന്മാർക്കായിക്കൊണ്ട് നമഃ തേഭ്യഃ രുദ്രേഭ്യഃ, നമോ രുദ്രേഭ്യഃ. അത്തരത്തിലുള്ള രുദ്രന്മാർക്കായിക്കൊണ്ട് നമസ്കാരം. ഇനിയുള്ളത് വാദോ വർഷരൂപത്തിലും ഈഷവഹ തേഭ്യഃ, അവർക്കായിക്കൊണ്ട് എങ്ങനെ നമസ്കാരം ചെയ്യുന്നു എന്നുള്ള ഇനി വരുന്നത്. ദശ എന്ന് പറഞ്ഞാൽ 10. ദശ പ്രാചീർ, ദശ ദക്ഷിണ, ദശ പ്രതീചീർ, ദശ ഉദീചീർ, ദശ ഊർധ്വാഹ തേഭ്യഃ രുദ്രേഭ്യഃ നമഃ. ദശ പ്രാചീഹി, പ്രാചീഹി കിഴക്ക് വശം.
ദശ 10. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ദശാങ്കുലയ 10 വിരലുകൾ യോജിപ്പിച്ചുകൊണ്ട് യോജയിത്വ കിഴക്ക് വശം നോക്കിയിട്ടും ദശാങ്കുല 10 വിരലുകൾ, അതായത് ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൈ കൂപ്പിക്കൊണ്ട് മാത്രമല്ല, ഇവിടെ ആദ്യം നമോ രുദ്രേഭ്യഃ എന്ന് പറഞ്ഞു. ഇതുവരെ നമ്മൾ നമസ്കാരങ്ങൾ ചെയ്തിരുന്നെങ്കിൽ വാചികമായിട്ടും മാനസികമായിട്ടുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സുകൊണ്ട് നമസ്കാരങ്ങൾ, വാചികമായിട്ട് നമസ്കാരങ്ങൾ. ഇപ്പോൾ ദശാങ്കുലയ യോജയിത്വ പ്രാങ്മുഖാഞ്ജലിരുവ, പ്രാങ് എന്ന് പറഞ്ഞാൽ കിഴക്ക്, പ്രാങ്മുഖ അഞ്ജലിരുവ ഇങ്ങനെ കൈകൂപ്പി പിടിച്ചുകൊണ്ട് നമസ്കാരാൻ സമർപ്പയന്തി. ഭക്താൻ ധർമ്മിഷ്ഠാൻ ഭക്താൻ രുദ്രഭക്താൻ നമസ്കാരാൻ രുദ്രേഭ്യഃ ഒരുപാട് രുദ്രന്മാരുണ്ട്, അതുകൊണ്ടാണ് രുദ്രേഭ്യഃ നമസ്കാരാൻ സമർപ്പയന്തി. നമസ്കാരങ്ങൾ അത് ഏതൊക്കെ രൂപത്തിലാണെന്നാണ് ഇവിടെ മനോവാക് ശരീരേണ, മനസ്സും വാക്കും ശരീരം കൊണ്ടും. അപ്പം ഫിസിക്കലായിട്ട് ശരീരം കൊണ്ട് തന്നെ ഇവിടെ നമസ്കാരങ്ങൾ അർപ്പിക്കുകയാണ് എന്ന്. 10 വിരലുകൾ ദശാങ്കുലേഹ അങ്കുലി വിരലുകൾ, ഈ 10 വിരലുകളും യോജയിത്വ കൂപ്പുകയോടുകൂടി അഞ്ജലി രൂപേണ അങ്കുലൂഹി കരോമി. ഞാൻ എങ്ങനെ നമസ്കാരം ചെയ്യാവുന്ന ആളാണ്? ദശാങ്കുലയ യോജയിത്വ പ്രാമുഖ അഞ്ജലി രൂപ അങ്കുലീഹി കരോമി. പ്രാമുഖം എന്ന കിഴക്ക് ഭാഗം നോക്കിയിട്ടും, അതായത് സർവ്വദിക്കുകളും രുദ്രന്മാരുണ്ട്, അതാണ് എല്ലാ രുദ്രന്മാർക്കും നമസ്കാരം ചെയ്യാണ്. അപ്പോൾ കിഴക്ക് വശത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് നമസ്കാരാൻ സമർപ്പയാമി, ഞാൻ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. അല്ലെങ്കിൽ ഭക്തന്മാർ, ഇവിടെ അഹം എന്നുള്ള രീതിയിലാണ് വരുന്നത്, പക്ഷെ ഉദ്ദേശിക്കപ്പെട്ടത് ഞങ്ങൾ ഭക്തന്മാർ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു, അഥവാ ഞങ്ങൾ ഭക്തന്മാർ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. പിന്നെ പ്രാചീഹി കിഴക്ക് വശം നോക്കിയും ദക്ഷിണാദശ തെക്ക് ഭാഗം നോക്കിയും, ദക്ഷിണ തെക്ക് ദശ എന്ന് പറഞ്ഞാൽ 10 വിരൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അഞ്ജലി രൂപേണ അങ്കുലീഹി കൃത്വ, അങ്കുലികൾ 10 വിരലുകൾ ഒന്നിച്ച് യോജിപ്പിച്ചിട്ട് അഞ്ജലി രൂപേണ യോജയിത്വ നമസ്കാരം സമർപ്പയാമി, ഞാൻ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. കിഴക്ക് പ്രാങ്മുഖം നോക്കിയും പ്രാചീഹി കിഴക്ക് വശം ദശാമിൻ്റെ 10 വിരലുകൾ ചേർത്തുകൊണ്ട് മനോവാക് ശരീരൈഹി നമസ്കാരം സമർപ്പയാമി, നമസ്കാരങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. ശാരീരികമായിട്ട് തന്നെ നിലത്ത് വീണ് നമസ്കാരം ചെയ്യുന്നു എന്നർത്ഥം. പിന്നെ പ്രാചീദശ ദക്ഷിണാദശ തെക്ക് ഭാഗം നോക്കുകയും, പിന്നെ പ്രതീജീർദശ അത് സന്ധി, പ്രതീജീർദശ. അപ്പോൾ പ്രതീജീർ പടിഞ്ഞാറ് ഭാഗം നോക്കിയും, പിന്നെയോ ഉദീജീർദശ ഉദീജി എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗം നോക്കിയും, പിന്നെയോ ഊർധ്വാസ്തേഭ്യഃ മുകൾ ഭാഗം നോക്കിയും ഊർധ്വാഹ തേഭ്യഃ രുദ്രേഭ്യഃ
ഊർധ്വഭാഗം നോക്കി. അപ്പോൾ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, അതുപോലെ തന്നെ വടക്ക്, അതുപോലെ മുകൾ ഭാഗത്തിലും ഊർധ്വഭാഗത്തിലുമുള്ള രുദ്രന്മാർക്കായിക്കൊണ്ട് ആ ദിശകളിലൊക്കെ തന്നെ നോക്കിക്കൊണ്ട് കൈകൾ കൂപ്പി അവർക്ക് ആ ഓരോ ദിശയിലും സ്ഥിതി ചെയ്യുന്ന രുദ്രന്മാർക്കായിക്കൊണ്ട് ഞാൻ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു എന്നർത്ഥം. പിന്നെ ദക്ഷിണദശ പ്രതീജീർദശോ ഉദീജീർദശോർധ്വാസ്തേഭ്യ ഊർധ്വ പ്രതീജീഹി ദശ, പിന്നെ ഉദീജീഹി ദശ, പിന്നെ ഊർധ്വാഹ തേഭ്യ. അപ്പോൾ കിഴക്ക് വശത്തുള്ള രുദ്രന്മാർക്കായിക്കൊണ്ടും രുദ്രേഭ്യ തേഭ്യ നമസ്കാരം സമർപ്പയാമി. പിന്നെ തെക്ക് ഭാഗം നിലകൊള്ളുന്ന എന്ന് പറഞ്ഞാൽ എല്ലാ ദിശകളും അർത്ഥത്തിലാണ് വരുന്നത് ഈ 4 ദിശയും പറയുമ്പോൾ. ദക്ഷിണ ഭാഗത്തിലുള്ള തെക്ക് ഭാഗത്തുള്ള സ്ഥിതി ചെയ്യുന്ന രുദ്രന്മാർക്കായിക്കൊണ്ട് ഞാൻ മനോവാക് ശരീരം കൊണ്ട് ശരീരേഹി നമസ്കാരം സമർപ്പയാമി. അതുപോലെ പടിഞ്ഞാറ് പ്രതീചി, ആ ഭാഗത്തുള്ള പടിഞ്ഞാറ് വശത്ത് നിലകൊള്ളുന്ന രുദ്രന്മാർക്കായിക്കൊണ്ടും, അതുപോലെ തന്നെ ഉദീജി വടക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്ന രുദ്രന്മാർക്കായിക്കൊണ്ടും, അതുപോലെ ഊർധ്വഭാഗത്തിൽ ഊർധ്വാഹ തേഭ്യ ഊർധ്വഭാഗത്തുള്ളവർ മുകളിലുള്ളവർക്കായിക്കൊണ്ടും തേഭ്യ രുദ്രന്മാർക്കായിക്കൊണ്ട് നമസ്കാരങ്ങൾ ഞാൻ അർപ്പിക്കുന്നു ഭഗവാനെ. പിന്നെ നമസ്തേ നോ മൃഡയന്തു തേയം ദ്യുഷ്മോ യച്ഛനോ ദേഷ്ടിതം വോ ജംഭേ ദദാമി. അല്ലയോ രുദ്രന്മാരെ, സകല ദിശകളിലും സിതാഹ രുദ്രാഹ, അല്ലയോ രുദ്രന്മാരെ, സകല ദിശകളിലും സ്ഥിതി ചെയ്യുന്ന രുദ്രന്മാരെ, നിങ്ങൾക്കായിക്കൊണ്ട് സകല ദിശകളിലും ഞാൻ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. മനോവാക്ക് ശരീരം കൊണ്ട് നമസ്കാരങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. പിന്നെ എന്താണ്? നമസ്തേ നമഹതേ, അവർക്കായിക്കൊണ്ട് നമസ്കാരം. എങ്ങനെ? നമസ്തേ നമഹതേ, അവർക്കായിക്കൊണ്ട് നമസ്കാരം. തേഭ്യ നമസ്കാരാൻ സമർപ്പയാമി. നമസ്കാരഃ തേഭ്യ നമഃ. തേഭ്യ നമഃ. നമസ്തേ നോ നഹ, ഞങ്ങളെ. മൃഡയന്തു സുഖയാ, സുഖം ദദാതു, ഞങ്ങൾക്കായിട്ട് സുഖത്തെ തന്നാലും. അല്ലയോ രുദ്രന്മാരെ, ഞങ്ങൾക്കും നമസ്തേ നമഃ തേ, അവർക്കായിക്കൊണ്ട് തേഭ്യ അവർക്കായിക്കൊണ്ട് നമസ്കാരം. പിന്നെയോ നമസ്തേ നോ നഹ, ഞങ്ങൾക്കായിക്കൊണ്ട് ഞങ്ങളെ, നഹ ഞങ്ങളെ, നോ നഹ ഞങ്ങളെ. മൃഡയന്തു സുഖയാ, സുഖം തഥാ, ഞങ്ങൾക്ക് സുഖത്തെ തന്നാലും. അല്ലയോ രുദ്രന്മാരെ. പിന്നെ മൃഡയന്തു തേ, പിന്നെ എവർ യം ദ്യുഷ്മഹ വെറുക്കുക, യം വയം ദ്യുഷ്മഹ, ഞങ്ങളാരെ വെറുക്കുന്നുവോ? ഞങ്ങൾ ആരെയാണ് വെറുക്കുന്നത്? അധർമ്മിഷ്ഠാൻ വയം ദ്യുഷ്മഹ, അധർമ്മിഷ്ഠാന്മാരെ ഞങ്ങൾ ഞങ്ങൾ വെറുക്കുന്നു. അപ്പം ഞങ്ങൾ വെറുക്കുന്ന അധർമ്മിഷ്ഠന്മാരെ, ആ വൈരികളെ, ശത്രുക്കളെയും, പിന്നെ ഞങ്ങളെ വെറുക്കുന്ന ശത്രുക്കളും ഏതാണ്? തേ യം ദ്യുഷ്മോ, തേ അവരെ, യം ആരെയോ ഞങ്ങൾ വെറുക്കുന്നുവോ? ഞങ്ങൾ അധർമ്മിഷ്ഠാനെ ഞങ്ങൾ വെറുക്കുന്നു. വയം ദുഷ്മഹ, ആരെ? അധർമ്മിഷ്ഠാൻ, അവരെയും. പിന്നെയോ യശ്ച യഹ ച അഭിജ, യഹ
ആരാണോ നോ യശ്ച നോ യഹ ച നോ നഹ യഹ ആരാണോ ച അഭിജ ഇതും കൂടി എന്നർത്ഥം. പിന്നെ ആരാണോ യശ്ച നോ നഹ ഞങ്ങളെ ദേഷ്ടി ഞങ്ങളെ വെറുക്കുന്നവൻ. ഈ അധർമ്മിഷ്ഠാന്മാർ, ഞങ്ങൾ ധർമ്മിഷ്ഠാന്മാരാണ്, ഞങ്ങൾ ഈശ്വര ഭക്തന്മാരാണ്. അപ്പോൾ ഞങ്ങളെ വെറുക്കുന്നവരും യഹ യശ്ച യഹ യശ്ച നോ നോ നഹ ഞങ്ങളെ ദേഷ്ടി ഞങ്ങളെ വെറുക്കുന്നുവോ, ശത്രുക്കൾ, വൈരിണം, വൈരി, അവർ എന്തു ചെയ്യണം? തം വോ അവരെ, അല്ലെങ്കിൽ അവനെ, അത് സിംഗുലറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷെ നമുക്ക് പ്ലൂറലായിട്ട് എടുക്കാം. അവനെ അല്ലെങ്കിൽ ദുഷ്ടന്മാരെ, തം അവനെ. ഇവിടെ നമുക്ക് തേ എന്ന് എടുക്കാം. താൻ, തം എന്ന് പറഞ്ഞാൽ അവനെ, താൻ എന്ന് പറഞ്ഞാൽ അവരെ. ഇവിടെ തം അവനെ, ദേഷ്ടി തം വോ വഹ നിങ്ങൾക്കായിക്കൊണ്ട്, നിങ്ങൾക്ക്, യുഷ്മഭ്യം നിങ്ങൾക്ക്, ഞങ്ങളിൽ നിങ്ങളുടെ, യുഷ്മഭ്യം യുഷ്മാകം, തം യുഷ്മാകം അവരെ നിങ്ങളുടെ, ജംഭേ ദധാമി. ഇവിടെ വഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ, യുഷ്മാകം നിങ്ങളുടെ, ജംഭേ മുഖേ വായിൽ, ദദാമി ഞങ്ങൾ, സ്ഥാപയാമഹ ദദാമി സ്ഥാപയാമി ആ ദുഷ്ടന്മാരെ, ഞങ്ങളെ ദേഷിക്കുന്നവർ, ഞങ്ങൾ ദേഷിക്കുന്നവർ, അതാണ് യം വയം ദുഷ്മഹ ആരെ ഞങ്ങൾ വെറുക്കുന്നു, ഏത് അധർമ്മിഷ്ഠാന്മാരെ ഞങ്ങൾ വെറുക്കുന്നു, അഥവാ ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾ വെറുക്കുന്നു അവരെയും. അതുപോലെ യശ്ച യഹജ നോ ഞങ്ങളെ ദേഷ്ടി വെറുക്കുന്നവരെയും എന്തു ചെയ്യുന്നു ഞാൻ? തം വോ വഹ യുഷ്മാകം നിങ്ങളുടെ, ജംബെ മുഖേ വായയിൽ ഇട്ട് തരുന്നു. ദധാവി ഞാൻ ഇട്ട് തരുന്നു എന്നർത്ഥം. എന്തിനു വേണ്ടിയിട്ട്? ഹിംസാർത്ഥം. അവരെ, ആ ദുഷ്ടന്മാരെ, ഞങ്ങൾ വെറുക്കുന്നവരും, അധർമ്മിഷ്ഠാനെ ഞങ്ങൾ വെറുക്കുന്നു. വയം അധർമ്മിഷ്ഠാൻ ദുഷ്മഹ ഞങ്ങൾ അധർമ്മിഷ്ഠാനെ വെറുക്കുന്നു അവരെയും. പിന്നെ ഞങ്ങളെ വെറുക്കുന്ന അധർമ്മിഷ്ഠാന്മാർ പലരും ഞങ്ങളെ വെറുക്കുന്നു, കാരണം ഞങ്ങൾ ധർമ്മിഷ്ഠനാണ്. അവരെയും തം അല്ലയോ രുദ്രന്മാരെ, യുഷ്മാകം നിങ്ങളുടെ, മുഖേ വായയിൽ, ദദാമി ഞാൻ ഇട്ട് തരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ചവച്ചരച്ച് കൊല്ലാനായിട്ട്, വിതാരണം കർത്തും എന്ന് ചോദിക്കും. യെസ്, അതൊന്നുകൂടെ ചൊല്ലാം. നമോ രുദ്രേഭ്യോ യേ പൃഥിവ്യാം യേ അന്തരീക്ഷേ യേ ദിവിയേഷമന്നം വാദോ വർഷമിഷവസ്തേഭ്യോ ദശ പ്രാചീ ദശ ദക്ഷിണാ ദശ പ്രതിചീ ദശോദീചീ ദശോർദ്വാസ്തേഭ്യോ നോ മൃഡയന്തു തേയം ജിഷ്ണോ യച്ചനോധ്യേഷ്ഠിതം വോച്യം ഭേദദാമി. ഓം ശാന്തി ശാന്തി ശാന്തി. രുദ്രത്തിലുള്ള അവസാനത്തെ നമകത്തിലെ, ശ്രീരുദ്രത്തിൽ 2 ഭാഗമുണ്ട്, നമകവും ചമകം. നമകത്തിലുള്ള അവസാനത്തെ അനുഭാഗമാണ് ഇപ്പോൾ തീർന്നത്. ഇനി ഇതിന് ശേഷം സാധാരണ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇത് ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഈ മന്ത്രം ഒറ്റ മന്ത്രമാണ്. ഇത് 3 മന്ത്രങ്ങളാണ് ഇതിൽ ചേർന്നിരിക്കുന്നത്. ഏത്? ഏ പൃഥിവ്യാം ഏ അന്തരീക്ഷേ ഏ ദിവി എന്നുള്ള 3 മന്ത്രമുണ്ട്. അതിനോടുകൂടി യേശാം അന്നം വാദോ, അപ്പോൾ ഓരോന്നിലേക്കും അപ്ലൈ ചെയ്തുകൊണ്ട് വരണം അത്. അതായത് പൃഥിവ്യാം ഭൂമിയിൽ അന്നം രൂപത്തിലും, അന്നം വാദോ വർഷം ഇഷവസ്തേഭ്യോ അന്നമായിട്ടും, പിന്നെ അന്തരീക്ഷത്തിൽ വാദമായിട്ടും കാറ്റായിട്ടും പ്രചണ്ഡ മാരുതേന, പിന്നെ ദിവി സ്വർഗേ വൃഷ്ടി അനാവൃഷ്ടി രൂപേണ. അപ്പോൾ അങ്ങനെ അത് 3 മന്ത്രങ്ങളായിട്ട് കണക്കുന്നത്. ഈ 11ാമത്തെ അനുഭാഗം
ഇതിലെ 11ാമത്തെ മന്ത്രം എന്ന് പറയുന്നത് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഇത് ഒറ്റ മന്ത്രമായിട്ടാണ് ഞാൻ ചൊല്ലിയിരിക്കുന്നത്. അത് ഒറ്റ മന്ത്രമായിട്ട് തന്നെ കണക്കാക്കിയാൽ മതി. ഇതിൻ്റെ പുരസ്സരണ രീതി: ഉപവാസം അനുഷ്ഠിക്കണം. 21 ദിവസം നിരന്തര ജപം ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭവനാശനം, സാംസാരിക ദുഃഖം, ഈ ഭൗതിക ജീവിതത്തിലുള്ള ദുഃഖം, സാംസാരിക ദുഃഖം, പിന്നെ ഭവനാശനം, ഈ സംസാരത്തിൽ മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഈ കഷ്ടതയിൽ നിന്നുള്ള മോചനം, പിന്നെ അപമൃത്യു ഉണ്ടാവില്ല, പിന്നെ ശത്രുനാശനം, പിന്നെയുള്ള ദുർഭിക്ഷനാശനം, അന്നസമൃദ്ധി നടത്തും, ദുർഭിക്ഷം, പട്ടിണിയില്ലായ്മ, ദുർഭിക്ഷനാശനം, ഇവയാണ് ഇതിൻ്റെ ഫലങ്ങൾ. അടുത്ത വീഡിയോയിൽ ശ്രീരുദ്രം നമകം സമാപിച്ചിരിക്കുന്നു. ഇനി അതിനോടൊപ്പം ചൊല്ലുന്ന പ്രാർത്ഥന, അതിൻ്റെ വ്യാഖ്യാനത്തോടുകൂടി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതിനുശേഷം ചമകം വ്യാഖ്യാനം തുടങ്ങാം നമുക്ക്. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ രുദ്രായ.